ഓണക്ക് ഹായ് ഫ്രണ്ട്സ്, റൈമോൺ ബിൽഡേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീടിനെ കുറിച്ചാണ്. നമുക്ക് ഈ വീട്ടിലെ ഗേറ്റിനകത്തോട്ട് വരുമ്പോൾ തന്നെ വിശാലമായൊരു കാർ പാർക്കിംഗ് സൗകര്യം കൊടുത്തിട്ടുള്ളത് കാണാം. അത് കഴിയുമ്പോൾ സൈഡിലായിട്ട് ഒരു ഗാർഡൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ട്രഡീഷണൽ ടച്ചിൽ കൊടുത്തിട്ടുള്ള ഒരു തൂണ് കാണാം. ഇതുപോലെ തന്നെ മേളിൽ കണ്ടിന്യൂഷനായിട്ട് മേളിലും അതേപോലെ തൂണ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിരിക്കുന്നത്, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സിംഗിൾ വിൻഡോ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീടിനെ താഴത്തേക്ക് വരുന്ന സമയത്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡോറാണ്, ഫ്രണ്ട് ഡോറാണ്. നമ്മൾ ഒരു ബ്രാസിന്റെ ഫിനിഷിംഗ് ഉള്ള ഒരു കൈപ്പിടിയും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് തേക്കിന്റെ തന്നെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കയറി വരുമ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഹാളിലേക്കാണ്, TV സെക്ഷൻ ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ ഇതെല്ലാം മേളിലെല്ലാം നല്ല ഡിസൈനിങ് വർക്ക്സ് അതുപോലെ തന്നെ ലൈറ്റ്സും എല്ലാം വെച്ച് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഒതുങ്ങിയതും എന്നാൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള, അതായത് വളരെ ക്ലാസി ലുക്കോടുകൂടി തന്നെ ഒരു TV സെക്ഷൻ ഏരിയ ആണ്. നേരത്തെ ഒരു വയറിംഗ് സെക്ഷൻ എല്ലാം കാണാത്ത രീതിയിൽ വയറിങ്ങും TV എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഇവിടെ ഡൈനിങ് ഏരിയ ആണ്. വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെയധികം സ്റ്റൈലിഷ് ആണ്. കാരണം ഇതുപോലെ തന്നെ ഫ്ലവർ വേസ് ഇതുപോലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷെൽഫ് പോലത്തെ ഇതും അതിൽ തന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. മേളിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ പോകുന്നത് അടുക്കളയിലേക്കാണ്. അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു ആഷ് കളറും വൈറ്റിന്റെ ഒരു കോമ്പിനേഷനിലുള്ള ഷെൽഫ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ മിനിമലായിട്ട്, അതായത് എന്നാൽ പോലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാൻഡ് റെയിൽസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം കൂടുതലായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് അധികം കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. ഇവിടെ ഇതുപോലെ തന്നെ കബോർഡ്സ് ആയിരുന്നാലും അതുപോലെ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. വിൻഡോസിലെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പാണ്. അത് ചെറിയ പൈപ്പല്ല, നല്ല വലിയ പൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ 3 വിൻഡോസും ഒരു സൈഡിൽ 2 വിൻഡോസുമായി കൊടുത്തിരിക്കുന്നത്. ചെവരിലെല്ലാം ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഫിനിഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് എല്ലാം നല്ല റിഫ്ലക്ട് ചെയ്ത് മുറിക്കകത്ത് എപ്പോഴും നല്ല രീതിയിലുള്ളൊരു വെട്ടം ഉണ്ടായിരിക്കും. അതുപോലെ തറയിലും വൈറ്റ് കളർ വരുന്ന ഒരു ഡിസൈനിലുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂം കാണാം. പ്രീമിയം ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുള്ള ടാപ്സ് കാര്യങ്ങളും ക്ലോസറ്റും എല്ലാം വളരെ പ്രീമിയമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഹീറ്റർ, വാട്ടർ ഹീറ്റർ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കേസിലോട്ട് തുടങ്ങുന്ന സമയത്ത് ഈ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഷെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ഉള്ളൊരു പാർട്ടീഷൻ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് റെയിലെല്ലാം ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു ഡിസൈനർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്.
വളരെ സിമ്പിൾ ആണെങ്കിലും വളരെ അത് ഈ വീടിനും ആ ഒരു സ്റ്റെയർ കേസിന് വളരെ ഭംഗി കൊടുക്കുന്ന രീതി ചെയ്യുന്നത്. കാരണം മുകളിലുള്ള ഹാൾ ഇതാണ്. വളരെ വിശാലമായ തരത്തിലുള്ള ഒരു ഹാൾ തന്നെയാണ് ഉള്ളത്. ഇവിടെ മൊത്തം 3 ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയും സെയിം അതുപോലെ തന്നെ പാറ്റേണിലുള്ള പെയിന്റും ടൈൽസും തന്നെയാണ്. ഒരു സൈഡില് ട്രിപ്പിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ആണ്. വിൻഡോസ്, കബോർഡ്, ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ കാണാത്ത രീതിയിൽ, അത് ആദ്യത്തെ ഒരു ദൃഷ്ടിയിൽ തന്നെ കാണാത്ത രീതിയിൽ സൈഡിൽ ഒതുങ്ങിയാണ് ഈ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിനകത്ത് മുറിയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ഡാർക്ക് കളറിലുള്ള ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്ന ഡിസൈനുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും എല്ലാം പ്രീമിയം ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാം ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഹീറ്റിംഗ് വയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുണ്ട്. കാരണം സ്പേസ് ഒരു പ്രശ്നമാവാത്ത രീതി, അതായത് ഹോളിന്റെ ആ ഒരു സ്പേഷ്യസ്നെസ് കുറയ്ക്കാതെ തന്നെ ഒരു ഇടനാഴി പോലെ ചെയ്തിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഈ റൂമിൽ നമ്മുടെ കബോർഡും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഫിനിഷിംഗിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം കാണാം. ഇവിടുത്തെ ബാത്റൂമിൽ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ ഷെയ്ഡിലുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ മിനിമൽ ആണെങ്കിൽ പോലും വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇവിടെയും വാട്ടർ ഹീറ്ററിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാൾ ഏരിയയിൽ നിന്ന് ഒരു ബാൽക്കണി ഏരിയ സെക്ഷൻ ഉണ്ട്. വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ്. നമുക്ക് ഇത് ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ പ്രീമിയം ലുക്ക് വരുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ്. നല്ല സ്ട്രോങ് ഉള്ള പൈപ്പിലാണ്, മെറ്റൽ പൈപ്പിലാണ് അതിൻ്റെ ഹാൻഡ് റൈൽസും അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ വിൻഡോ, അതും ട്രാൻസ്പെറൻറ്റ് വിൻഡോ ആണ്. അകത്തേക്ക് വെളിച്ചം എല്ലാം വരുന്ന രീതിയിൽ ട്രാൻസ്പെറൻറ്റ് വിൻഡോ ഉണ്ട്. ഡിസൈനർ ലാംപ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാട്ടർ സപ്ലൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കിണറുണ്ട്, അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടർ ലഭ്യമാണ്. വളരെ ഭംഗിയായി സ്പേഷ്യസായി, അതായത് നമ്മുടെ ഈ ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഡിസൈൻ ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു വീടിന് ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് വീട് കാണാനും വാങ്ങിക്കാനും വേണ്ടിയിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും.